എല്ലാവർക്കും നമസ്കാരം. നല്ല ദിവസമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ ഈ നിമിഷത്തെ തോട്ട്സ് എന്താണ് നിങ്ങളെ പറ്റിയിട്ട്. ഇപ്പോൾ അവർ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആലോചിക്കുന്നത്? ഇന്ന് ഞാനൊരു സ്പെഷ്യൽ രീതിയിലാണ് നോക്കാൻ പോകുന്നത്. സാധാരണ ഷഫിൾ ചെയ്യും, കാർഡ്സ് എടുക്കും, നോക്കും, അങ്ങനെയല്ലേ. ഇന്ന് നമ്മൾ വേറൊരു രീതിയുണ്ട്, അതിന് കെൽറ്റിക് ക്രോസ് എന്ന് പറയും. ഓക്കെ, കെൽറ്റിക് ക്രോസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു രീതിയാണ്, കാരണം കൂടുതൽ കാർഡ്സ് എടുത്ത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഇൻ ഡെപ്തിൽ നമുക്ക് അവരുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എപ്പോഴും ചെയ്യാത്തത് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് എപ്പോഴും ഇത് ഫോളോ ചെയ്യാത്തത്. അപ്പോൾ പതിവ് പോലെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം, ഇത് ഒരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഒന്നും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ ഒരു ജനറൽ എൻ്റർടൈൻമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഗൈഡൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ഞാൻ ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ തുടങ്ങാം. നമഃശിവായ. തുടങ്ങാം. ഡിവൈൻ, പ്ലീസ് ഗൈഡ്, please give me a clear idea of what my viewers person are thinking about them at this moment. ഈ നിമിഷത്തിൽ എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന നിമിഷത്തിൽ അവരുടെ പേഴ്സൺ, അവരുടെ ആ സ്പെഷ്യൽ പേഴ്സൺ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്ത് ചിന്തകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി കാണിച്ചു തരൂ. ഡിവൈൻ, പ്ലീസ് ഹെൽപ്പ് മീ. Please help me find out about my viewers' person's thoughts at this moment about my viewers. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ നിമിഷം പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്താണ്? കാർഡ്സ് എടുക്കുകയാണ്. ഏസ് ഓഫ് കപ്സ്. ഓക്കെ, തുടക്കം നല്ലത് അല്ലേ? പേജ് ഓഫ് വാൻഡ്സ്, 6 of Pentacles, 5 of Wands, 4 of Wands. നല്ല ദിവസമാണല്ലോ ഇന്ന്. The Hierophant, The Fool. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 3 of Swords ആണ്. അത് വിഷമിക്കണ്ട, നമുക്കറിയാലോ, എല്ലാം ആദ്യം നോക്കുമ്പോൾ എന്തെങ്കിലും വരും, പിന്നെ നമ്മൾ ഇൻഡെപ്ത് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ. അതുകൊണ്ട് ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡ്സ് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡ്സ് ആക്ച്വലി ഗുഡാണ്. മേജർ എനർജി വന്നിട്ട് ഒരു പെയിൻ, ഹാർട്ട് ബ്രേക്ക് എന്നൊക്കെ കാണുന്നതേ ഉള്ളൂ. പക്ഷേ അത് നമുക്കറിയാം, നിങ്ങളൊരു സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ നാച്ചുറലി തന്നെ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്, പെയിനൊക്കെ കാണുമല്ലോ അല്ലേ. അപ്പോൾ ഈ നിമിഷം ആദ്യ സെറ്റ് ഓഫ് കാർഡ്സ് പറയുകയാണേ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ഒരുപാട് സ്നേഹത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ടു മച്ച് ലവ് കേട്ടോ. അതിൻ്റെ ഇടയിൽ രാശികളൊന്ന് പറഞ്ഞു പോയേക്കാം. ഹെയറോഫൻറ്റ് വെച്ചിട്ട് ടോറസ് പറയുമ്പോൾ ഋഷഭ രാശി. വേറെ മേജർ അർക്കാനായിട്ടുള്ളത് നമുക്ക് ഫൂളാണ്, ഏരീസ്, മേടരാശി. കപ്സും വോൺസും പെൻഡക്കിൾസും ഉണ്ട്. ഓക്കെ, പെൻഡക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. വോൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. പിന്നെ കപ്സ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം. പിന്നെ ഉള്ളത് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. എല്ലാവരും തന്നെയുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ടോറസുകാരും, അതായത് ഋഷഭരാശിക്കാരും അതേപോലെ മേടരാശിക്കാരുമാണ് കുറച്ച് കൂടുതലായിട്ട് ഇന്ന് എനർജി കണക്റ്റഡ് ആയിട്ട് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാനാണ് സാധ്യത, കാരണം നമ്മൾ അവരുടെ ഇത് ഫീലിങ്സ് എന്താണ്, തോട്ട്സ് എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടോ.
അപ്പോൾ ആദ്യത്തെ വെച്ച് മനസ്സ് നിറയെ സ്നേഹമാണ്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് മനസ്സിൽ ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നും ഇവരാലോചിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രപ്പോസൽ കൊണ്ടുവരണം. 4 ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് വന്നിട്ട് ദ ഫൂളിൻ്റെ എനർജി, ഡോണ്ട് കെയർ എന്നുള്ള രീതിയിൽ ചുറ്റും എന്തോ നടക്കട്ടെ, ഞാൻ അതിനെപ്പറ്റി ബോധർ ചെയ്യാൻ പോകുന്നില്ല, ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ടൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാം, നമുക്ക് ഇവരുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസലായിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു ഇവൻറ്റ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇവർ ആലോചിക്കുന്നുണ്ട്. ഒരു വലിയ ഇവൻ്റ് ആയിരിക്കും, അത് നിങ്ങൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ഇവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഹെയറോഫൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ സമൂഹത്തിൽ ഒരു നല്ല നിലയിലിരിക്കുന്നവരായിരിക്കും. അതേപോലെ കുറച്ച് റിലീജിയസ് ബിലീഫ്സും അതൊക്കെ സോഷ്യൽ നോംസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഇതൊക്കെ ഒരുപാട് നോക്കുന്നവരായിരിക്കും കേട്ടോ. അതേപോലെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഫേമായിട്ട് ബിലീഫ്സ് ഉള്ള ആൾക്കാരായിരിക്കും. ഇവരെ 4 പേര് അറിയും. ഇവർ വളരെ എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, ഒരു ആൾക്കാർക്ക് ഇവരെ റെസ്പെക്റ്റാണ്. ഇവരുടെ അടുത്ത് ഉപദേശം തേടി അവർ പോവാറുണ്ട്. ഒരു ഗുരുസ്ഥാനീയൻ എന്നൊക്കെ തന്നെ, എന്ന് വെച്ചാൽ കുറച്ചൊരു അറിവുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഏത് കാര്യത്തിനെ പറ്റിയിട്ടും ആയിരിക്കാം. ചിലർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നാറില്ലേ, എല്ലാ കാര്യത്തെക്കുറിച്ച് ഇവർക്ക് അറിയാം എന്ന്, നമുക്ക് പോയി ചോദിക്കാം എന്ന്, കൺസൾട്ട് ചെയ്യാം എന്നൊക്കെ തോന്നുന്ന അങ്ങനത്തെ ആൾക്കാരായിരിക്കും. ഓക്കെ, പിന്നെ മിക്കവാറും മാരീഡ് പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും അല്ല, ഹെയറോഫൻ്റെ ഒരു മാരീഡ് പേഴ്സൺ തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു കൺഫ്യൂഷൻ അവിടെ കാണുന്നുണ്ട്. ഒന്നുകിൽ അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ഈ കാണുന്നതിന് തൊട്ട് മുന്നേ ഇവരാരോടെങ്കിലും വഴക്കിട്ട് കാണും കേട്ടോ. അതേപോലെ 3 ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി വെച്ചിട്ട് ഇപ്പോൾ ഒരു മേജർ പെയിനിലിരിക്കുകയാണ്. ഒരു സങ്കടം വല്ലാതെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഈ വഴക്കിനെ സംബന്ധിച്ചിട്ടുള്ള പെയിനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള പെയിനായിരിക്കണം. ഇപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വേറെ ഡെക്ക് ഉപയോഗിച്ചിട്ട് ഈ ഓരോ കാർഡ്സും ഞാൻ ക്ലാരിഫൈ ചെയ്യും. ക്ലാരിഫൈ ചെയ്ത് ഇൻ ഡെപ്തിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇവരുടെ ഇത് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും. അതാണ് കെൽട്ടിക് ക്രോസും മറ്റേ സാധാരണ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കെൽട്ടിക് ക്രോസ് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും. Divine, I'm continuing the reading for the Celtic Cross. Please guide me in this regard. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ ഇംഗ്ലീഷ് ചോദിക്കുന്നതെന്ന് വിചാരിക്കല്ലേ. ഞാൻ പഠിച്ചത് മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഒരു ടീച്ചറുടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഉപയോഗിച്ച് ശീലിച്ചത് ഇംഗ്ലീഷിലായിരുന്നു. ഇംഗ്ലീഷും ഹിന്ദിയിലുമാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്. ഞാൻ കഴിയുന്നതും ക്വസ്റ്റ്യൻ മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതാണ്, എന്തിനാ മലയാളം റീഡിങ്ങിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വിചാരിക്കേണ്ട വെച്ചിട്ട് പറഞ്ഞതാണ്. അന്ന് ക്ലാരിഫൈ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. ഡിവൈൻ, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗിവ് ക്ലാരിറ്റി റിഗാർഡിംഗ് ദിസ് റീഡിംഗ്. Clarify Ace of Cups. Please clarify Ace of Cups. എക്സൈറ്റ്മെൻറ്റ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ പേഴ്സൺ. ക്ലാരിഫൈ Ace of Cups. നിങ്ങൾ തമ്മിൽ കാണാൻ ഐഡിയ ഉണ്ടോ ഇന്ന്? ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നു. ക്ലാരിഫൈ Ace of Cups പ്ലീസ്. പ്ലീസ് ക്ലാരിഫൈ Ace of Cups. അതായത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് വാൻസ്. വെരി ഗുഡ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 9 ഓഫ് കപ്സ്. അറ്റ് പ്രസൻറ്റ് ഇവരുടെ മനസ്സിൽ സ്നേഹം നിറഞ്ഞു കവിഞ്ഞു തുളുമ്പുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ഇപ്പോൾ ജോലിയിലാണ്. ഈ നിമിഷം നിങ്ങളിത് കാണുന്ന നിമിഷം ഇവർ വർക്കിലായിരിക്കും.
വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ തോട്ട്സ് തന്നെയാണ് മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഇന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാര്യം ഇവർ പറയാൻ പോകുന്നുണ്ട് ഇന്ന്. ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ കാണും, അതായിരിക്കും നിങ്ങൾ കാണാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് അവരൊരു മെസ്സേജോ കോള് വരാനാണ് സാധ്യത. നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത്. ഇന്ന് ഡേ എൻഡിന് മുന്നേ ഇവർ നിങ്ങളെ വിളിച്ചിരിക്കും. ഇവർ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ലവറായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ ബന്ധത്തിലാണ്. ഓക്കെ, യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് നൗ. അപ്പം നല്ല റിലേഷനിലാണ് എന്ന് വെച്ചാൽ വളരെ തീവ്രമായ സ്നേഹബന്ധമാണത്. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആവാം, ന്യൂ ലവേഴ്സ് ആവാം, എന്തും ആവാം ഇവിടെ കേട്ടോ. ഈവൻ എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരും ആവാം. ഇവർക്ക് നിങ്ങളോട് തീവ്രമായ സ്നേഹമാണ്. ഇവർ നിങ്ങളെ ഇന്ന് കോണ്ടാക്റ്റ് ചെയ്യും. അറ്റ് പ്രസൻറ്റ് വർക്കിലാണ്, പക്ഷെ നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവരിന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ് പ്ലീസ്. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്. പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ട് അവർക്ക് ഇപ്പോൾ ഞാൻ കാർഡ്സ് പറഞ്ഞില്ല. 7 ഓഫ് കപ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, റിപ്പീറ്റഡ് നമ്പേഴ്സ് വരുന്നുണ്ടോ? നേരത്തെ 8 8 വന്നിട്ടുണ്ടായിരുന്നു. 8 8 9 ആണ് വന്നത്. ഇവിടെ 7 7 റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 3 ഓഫ് സ്വാർഡ്സ് ആണ്. ഓക്കെ, അതായത് ഇവർക്ക് അറ്റ് പ്രസൻറ്റ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇവരെ ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുകയാണ് ഇവർ. ഇതൊന്ന് ഞാൻ നീക്കി വയ്ക്കാൻ എനിക്ക് കുറച്ചുകൂടെ സ്ഥലം വേണം. അപ്പോൾ ഇവിടെ നമുക്ക് കാർഡ്സ് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ, നിങ്ങളോട് ഒരുപാട് സംസാരിക്കണം എന്നെല്ലാം ഇവർക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ അറ്റ് പ്രസൻറ്റ് അവരുടെ ചില റെസ്പോൺസിബിലിറ്റീസിൽ പെട്ടിട്ട് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളായിട്ട് ചിലപ്പോൾ ഒരു പിണക്കത്തിലൊക്കെ ആയിരിക്കും, ഒന്ന് വഴക്കിട്ട് പോവുകയോ വല്ലതും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഉടനെ നിങ്ങളെ വിളിക്കാനൊരു തടസ്സം അവിടെ കാണുന്നുണ്ട്. അവരൊരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുകയാണ്. വിളിക്കും, പക്ഷേ വിളിക്കാതെ ഒന്നും ഇരിക്കില്ല. ഇമ്മീഡിയറ്റ് കോള് പോസിബിൾ അല്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. വിളിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഈ നിമിഷം അവരൊരു തിരക്കിൽപ്പെടും. നമ്മൾ ഇപ്പോൾ നോക്കുന്ന ഈ നിമിഷത്തെ തോട്ടാണ്. ഈ നിമിഷം അവർ വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് ഒരു മെസ്സേജ് അയക്കണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ്. ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഓഫീസിലായിരിക്കാം, പകൽ നേരം ഓഫീസിലായിരിക്കാം, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ടിട്ട് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കോള് വരും. ഈ ഒരു മനസ്താപം, അതായത് ഈ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത്, നിങ്ങൾ വഴക്കിട്ട് വിഷമിച്ച് കാണും. ഓക്കെ, ഇത് പിരിഞ്ഞു പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം പേജ് ഓഫ് വാൻഡ്സ് വളരെ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം, ഇവരുടെ സ്നേഹമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് പേജ് ഓഫ് വാൻഡ്സ്. അപ്പം അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് കേട്ടോ. കോണ്ടാക്റ്റ് ചെയ്യും, ഒരു സമയം കൊടുക്കൂ. ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്. പ്ലീസ് ക്ലാരിഫൈ 6 of Pentacles. Okay, Knight of Cups. 2 High Priestess ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഒരു കാർഡ് കൂടെ വേണം എനിക്ക്. ഓക്കെ, Strength. Knight of Cups, Strength, ബോട്ടം വന്നിട്ട് High Priestess. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാരണവശാൽ ഇവർ ഇതേപോലെ പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമാണ്, നിങ്ങളോട് വളരെ സ്നേഹം തന്നെയാണ്. നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക, ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷനൊക്കെ പോസിബിൾ ആണെന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. അത്രത്തോളം അടുപ്പം
ഇവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം, ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ. നിങ്ങൾക്ക് ഒരു അപ്പോളജിയുമായിട്ട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നിവർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഈ സമയം അവരത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ച് നിങ്ങളെ സമാധാനിപ്പിച്ച് അവരുടെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇവർ നിങ്ങളല്ലെങ്കിൽ ഇവർ ഒരുപാട് ടാരോ കാണുന്നുണ്ട് ഡെയിലി, ഒരുപാട്. അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഒരു ടാരോ റീഡർ ആയിരിക്കും. അത്രയ്ക്ക് കണക്ഷനാണ് ടാരോ ആയിട്ട് കാണുന്നത്. ആസ്ട്രോളജി റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കാം നിങ്ങളോ അവരോ, കേട്ടോ. ആസ്ട്രോളജി, ടാരോ, ഓക്കൾട്ട് റിലേറ്റഡ് എന്തെങ്കിലും അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാളായിരിക്കാനാണ് സാധ്യത. നിങ്ങൾ അവരോ ഭയങ്കര ഇൻറ്റ്യൂഷൻ ഉള്ള ആളായിരിക്കണം. അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കാര്യമൊന്നും പറയുക പോലും വേണ്ട, നിങ്ങൾക്ക് അവരുടെ മനസ്സ് ദൂരെ ഇരുന്നിട്ടായാലും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർക്കും അതുപോലെയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അവർക്ക് അവിടെ അറിയാൻ പറ്റും, നിങ്ങളൊന്ന് വേദനിച്ചാൽ അവർക്കറിയാൻ പറ്റും. അങ്ങനെ അത്രയും ഒരു മാനസികമായ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ആൻഡ് സ്ട്രെങ്ത്തിൻ്റെ എനർജി അഡീഷണൽ വന്നിട്ടുണ്ട്. സ്ട്രെങ്ത്ത് വെച്ചിട്ട് ലിയോ ചിങ്ങരാശിയാണ്, ഹൈ പ്രീസ്റ്റസ് മീനരാശിയാണ്, പൈസസ്, കേട്ടോ. ഈ രാശിക്കാർ പ്രബലമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാനാണ് സാധ്യത. പ്ലീസ് ക്ലാരിഫൈ 5 of Wands. Please clarify 5 of Wands. ഇത് ഇവരുടെ ഏറ്റവും മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ഫീലിങ്സ്, തോട്ട്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. ക്ലാരിഫൈ 5 of Wands. Queen of Wands, 9 of Wands and 6 of Pentacles. Very good. അവർ ഒരു തടസ്സത്തിൽ പെട്ടിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു തടസ്സമായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാതെ ഒന്ന് ബ്ലോക്കായിട്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം എന്ന് വളരെ തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു അവർ. ഓക്കെ, എന്തോ ഒരു കൺഫ്യൂഷൻ അവർക്ക് ലൈഫിൽ ഉണ്ടായിരുന്നു. നിങ്ങളുമായിട്ട് റിലേഷനിൽ വരണോ വേണ്ടയോ എന്നുള്ള ഒരു ബ്ലോക്കേജ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബ്ലോക്കേജ് തരണം ചെയ്ത് അവർ നിങ്ങളുടെ അടുത്ത് ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. ഇവർ നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് ചിന്തിക്കുന്നത്, കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പെരുമാറ്റം ആയാലും നിങ്ങളുടെ സൗന്ദര്യം ആയാലും നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന എലഗൻ്റ് ആയിട്ടുള്ള രീതി, നിങ്ങളുടെ ഡ്രസ്സിങ്, ഒരു എംപ്രസിൻ്റെ എനർജി പോലെ തന്നെയാണ് ക്വീൻ ഓഫ് വോൺസ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലുള്ള ആളാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതായത് ഒരു തീരുമാനമൊക്കെ എടുത്ത് പ്രാവർത്തികമാക്കാൻ ശേഷിയുള്ള ഒരാളാണ് നിങ്ങൾ എന്നൊക്കെ ഇവർക്ക് അഭിപ്രായമുണ്ട്. നിങ്ങളോട് സ്നേഹത്തോടൊപ്പം ഒരുപാട് റെസ്പെക്റ്റും ഇവർക്കുണ്ട്. ഓക്കെ, അതും ഒരു നല്ല ഔട്ട്കം തന്നെയാണ് ഇന്ന് കാണിക്കുന്നത്. ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് മറികടന്ന് ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം. നിങ്ങളെ സ്നേഹവും റെസ്പെക്റ്റും തന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. ഹൗ സൂൺ എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണം. ഹൗ സൂൺ വിൽ ദിസ് പേഴ്സൺ കോണ്ടാക്ട് മൈ വ്യൂവേഴ്സ്? ഹൗ സൂൺ ക്യാൻ ഹി ഓർ ഷീ കോണ്ടാക്ട് മൈ വ്യൂവേഴ്സ്? ഓക്കെ, ഇന്ന് ഉണ്ടാവില്ല കേട്ടോ. ഒരു 5 days കൂട്ടിക്കോളൂ. ഒരു 5 days കൺഫ്യൂഷനിലാണ് ഇപ്പോഴും. കൺഫ്യൂഷൻ്റെ കാർഡ് തന്നെയാണ് വന്നത്. മാറിയിട്ട് വരൂ. അറ്റ് പ്രസൻറ്റ് എന്ത് വിചാരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കിയത്, അല്ലേ? അറ്റ് പ്രസൻറ്റ് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ അത് മാറിയിട്ട് നിങ്ങളുടെ അടുത്ത് ഈക്വൽ ഗിവൺ ടേക്കിൽ വരുമെന്ന് തന്നെയാണ് കാർഡ് കാണിക്കുന്നത്. 5 days to 5 weeks വെച്ചോളൂ. 5 days to 5 weeks എന്ന് വെച്ചോളൂ. Clarify 4 of Wands. Clarify 4 of Wands. 5 days എന്ന് തന്നെ എനിക്ക് മനസ്സിൽ വരുന്നു. Clarify 4 of Wands, please. Please clarify 4 of Wands.
4 of Swords, Ace of Swords ആൻഡ് ഡെത്ത്. ഇന്ന് വളരെ നല്ല ദിവസമാണല്ലോ. ഇന്നത്തെ റീഡിങ് ഭയങ്കര ഹാപ്പി റീഡിങ് ആണല്ലോ. ഒന്നാമത് 4 ഓഫ് വോൺസ് തന്നെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അല്ലേ. ഞാൻ എപ്പോഴും പറയാറില്ലേ 11 കാർഡാണെന്ന്. ഈ സെറ്റ് ഓഫ് കാർഡ്സ് വരുമ്പോൾ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസലൊക്കെ ആയിട്ട് വരണം എന്ന് തന്നെയാണ് ഈ നിമിഷം അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനെപ്പറ്റി ഓർത്തിട്ട് ഇവർ സ്ട്രെസ്ഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ലവ് പ്രപ്പോസൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഏസ് ഓഫ് സോർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഓർത്ത് സ്ട്രെസ് എടുത്ത് ആകെ രാത്രി ഒന്നും ഉറങ്ങാതെ നിങ്ങളുടെ റിപ്ലൈ എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് എടുത്ത്. ഇവർക്ക് റിയാലിറ്റി ചെക്ക് കിട്ടി അവർക്ക് നിങ്ങളോടാണ് സ്നേഹം എന്നുള്ളത്. ഇത് ന്യൂ ലവേഴ്സിനുമായിരിക്കാം, ഒരു ന്യൂ പ്രപ്പോസലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം. അത് ഒരു പക്ഷേ വേറെ സ്ഥലത്തോ അങ്ങനെ വല്ലതും ആയിരിക്കണം. അപ്പോൾ ഒരു ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ അതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട്, ബിക്കോസ് ദേ വോണ്ട് ടു ട്രാവൽ വിത്ത് യു. നിങ്ങളുടെ കൂടെ അവർക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുമോ, എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് ഒരു സിനാറിയോ. രണ്ടാമത്തെ സിനാറിയോ, ഇവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ച് സ്ട്രെസ്ഡാണ്, വളരെ സ്ട്രെസ്ഡാണ്. നിങ്ങൾ എന്ത് റിപ്ലൈ ആയിരിക്കും പറയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഇവർക്ക് നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളാണ് എന്നുള്ളത്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് ന്യൂ ബിഗിനിങ് തന്നെയാണ്. ഡെത്ത് എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എൻഡ് ചെയ്തൊരു പുതിയ ഇത് തുടങ്ങുന്നതിനെയാണ് ഡെത്ത്. പുതിയ സിറ്റുവേഷൻ തുടങ്ങുന്നതിനെയാണ് ഡെത്ത് ഇത് ചെയ്യുന്നത്. അപ്പോൾ 2 കാർഡ് നമുക്ക് ന്യൂ ബിഗിനിങ്ങിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ. ഒന്നുകിൽ ഒരു ന്യൂ പ്രപ്പോസൽ ആയിരിക്കും, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി നിങ്ങൾ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് മനസ്സിലായി അവർക്ക് നിങ്ങളെ തന്നെയാണ് അവരുടെ ലൈഫിൽ വേണ്ടത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ വരുന്നുണ്ട് എന്നാണ്. ഈ നിമിഷം നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദി ഹെയറോഫന്റ്. ക്ലാരിഫൈ ദി ഹെയറോഫന്റ്. അവിടെയാണ് കൺഫ്യൂഷൻ്റെ ആൾക്കാർ അല്ലേ. ക്ലാരിഫൈ ദി ഹെയറോഫന്റ്. മാരീഡായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉള്ളവർ ശ്രദ്ധിച്ചോളൂ. ക്ലാരിഫൈ ദി ഹെയറോഫന്റ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാർഡ്സ്. ഹെയറോഫൻറ്റിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ട് 4 ഓഫ് കപ്സ്, 3 ഓഫ് വാൻഡ്സ് ആൻഡ് 5 ഓഫ് സ്വാർഡ്സ്. 3, 4, 5. മനസ്സിലായില്ലേ എന്താണെന്ന്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ. 3 ഓഫ് വാൻഡ്സ് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുമായിരിക്കണം. ലോങ് ഡിസ്റ്റൻസ് പറയുമ്പോൾ ഓവർസീസ് തന്നെ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റൻസിലാണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ തേർഡ് പാർട്ടിയുടെ ഒപ്പമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. 4 ഓഫ് കപ്സ്. അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജോലിയിലും എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. രണ്ടാമത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇവർ ഇരിക്കുകയാണ്. അതേപോലെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഇവർക്ക് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു ലൈഫ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആ ബന്ധം അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇവർക്ക് ജയിച്ച യുദ്ധം തോറ്റ ഒരു പ്രതീതിയാണ്. അതായത് അവർ ഏറ്റവും ആഗ്രഹിച്ച ഒരു ലൈഫാണ് നിങ്ങളുമായിട്ട് ജീവിക്കണം എന്നുള്ളത്. ഓക്കെ,
അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരവിടെ ഒരു യുദ്ധം ജയിച്ച പോലെയാണ്. പക്ഷേ യുദ്ധമെല്ലാം ജയിച്ചിട്ടും ഇവർക്ക് ഇപ്പോഴും ആ തേർഡ് പാർട്ടിയുടെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇത് 2 സിനാറിയോയിലും എടുത്തോളണം. ഓക്കെ, ഇത് നിങ്ങളൊരു സ്പൗസാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ എങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ. ഞാൻ ഒരാളെ മാത്രം ഒരു സൈഡ് മാത്രം പറയുന്നത് ശരിയല്ല. എയ്തർ വേ നിങ്ങളൊരു വൈഫാണെങ്കിലും നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണെങ്കിലും ഇത് രണ്ടും നിങ്ങൾക്ക് ബാധകമായിരിക്കും. ഒരു വൈഫാണിത് കാണുന്നതെങ്കിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അല്ല, നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണ്, നിങ്ങൾ ചിന്തിക്കുന്ന രീതി വേറെ ആയിരിക്കും. ഇത് രണ്ടും ഇത് നിങ്ങളുടെ പാർട്ട്ണർ ടോറസ്, അതേപോലെ വോൺസ്, കപ്സ് ആൻഡ് സോട്സ് എല്ലാ ഇതും തന്നെ ഉണ്ട്. പെൻറ്റക്കിൾസ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഉണ്ട്. ലിബ്ര, ജെമിന, അക്വേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, തുലാം, മിഥുനം, കുംഭം, മേടം, ചിങ്ങം, ധനു, കർക്കിടകം, വൃശ്ചികം, മീനം, മേജറായിട്ട് ഋഷഭം. ഇത്രയും രാശികളിലുള്ളവരായിരിക്കണം നിങ്ങളുടെ പാർട്ട്നേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയായിരിക്കും. ഓക്കെ, ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ. ദ സൺ, സണ്ണിൻ്റെ കാർഡ് ഞാൻ വേറെ കാർഡ് വെച്ചിട്ട്, ദി എംപറർ, ദ സൺ, ദി എംപറർ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, ദ ഫൂളിൻ്റെ കാർഡാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ നിങ്ങളുമായിട്ടുള്ള ലൈഫിൽ 2 കാർഡ് ഫൂളും സൺ പ്രബലമായിട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാർഡാണ് കേട്ടോ. അതായത് അവർ ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചു, നിങ്ങൾ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്നുള്ളത് തീരുമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വരുന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഓവർ ഇമോഷണലാണ് അറ്റ് പ്രസൻറ്റ്. ഇവർ ഓവർ ഇമോഷണലാണ്, നിങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സങ്കടമാണോ സ്നേഹമാണോ? ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എന്തും ആവാം, സന്തോഷമാവാം, സങ്കടമാവാം, സ്നേഹമാവാം, എന്ത് ഇമോഷൻസ് വേണമെങ്കിലാവാം അല്ലേ. പക്ഷേ ഇവരുണ്ടല്ലോ, ഇവർ ഒരു പ്രബലമായ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന, ജോലിയിൽ ഒരു സ്ട്രോങ് ജോലി ഒക്കെ ഇരിക്കുന്ന ആളായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഒരു സീനിയർ ലീഡർഷിപ്പ് റോളിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ തമ്മിൽ ഒരു 4-5 വയസ്സിൻ്റെ എങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരേ സമപ്രായമാവാൻ സാധ്യതയില്ല. കുറച്ചൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. എയ്തർ വൺ ഓഫ് യു കേട്ടോ, നിങ്ങൾ അല്ലെങ്കിൽ അവർ. എന്തായാലും ഒരു 5-6 വയസ്സിൻ്റെ വ്യത്യാസം, നിങ്ങൾ 5-6 വയസ്സിൽ കൂടുതൽ വ്യത്യാസം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കും. ഇവരുടെ മനസ്സ് നിറയെ സ്നേഹമാണ്, പക്ഷേ ഇവർ പുറത്ത് കാണിക്കില്ല. കാരണം ഇവർക്ക് സ്വല്പം ഒരു ഈഗോയുടെ ഇഷ്യൂ ഉണ്ട്. ഈഗോ ഉള്ളത് കാരണം ഇവരുടെ മനസ്സിലുള്ള കാര്യം ഒരിക്കലും പുറത്ത് കാണിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇമോഷണലാണ്, അങ്ങനെയാണ്. പക്ഷേ അവർ അങ്ങനെയാണ് കാണിക്കുക. നിങ്ങൾക്ക് സംശയം വരും ഇടയ്ക്കിടയ്ക്ക്, ഇവർ സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഇവർ പെരുമാറും. പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് അതിസ്നേഹമാണ്. ഓക്കെ, ലാസ്റ്റ് 3 ഓഫ് സ്വാർഡ്സ്, അതായിരുന്നു നമുക്ക് അറിയേണ്ടത് അല്ലേ. ഞാൻ താഴേക്ക് വയ്ക്കും. എൻ്റെ താഴെ കമ്മ്യൂണിക്കേഷനാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായവർക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നു നമുക്ക് എടുക്കാം. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ. ക്ലാരിഫൈ 3 ഓഫ് സ്വാർഡ്സ്, പ്ലീസ് ക്ലാരിഫൈ 3 ഓഫ് സ്വാർഡ്സ്. വൈ ഈസ് 3 ഓഫ് സ്വാർഡ്സ് ഹിയർ ഡിവൈൻ? പ്ലീസ് ഗൈഡ്. എന്തിനാ 3 ഓഫ് സ്വാർഡ്സ് ഇവിടെ വന്നത്? ഓക്കെ, 9 ഓഫ് പെൻറ്റക്കിൾസ്, judgment, 9 of pentacles, judgment and king of pentacles. ഓക്കെ, പെൻറ്റക്കിൾസ് ആണ് അവിടെ പ്രശ്നം. നിങ്ങളുമായിട്ട് അവർക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ എപ്പോഴും ഒന്നിച്ച് ഒരു പ്രാർത്ഥനാ സംഘത്തിലോ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ റെഗുലറായിട്ട് പോകുമ്പോൾ പരസ്പരം കാണാറുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വന്നൊരു സ്നേഹബന്ധമാണ്. നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലാണ് തമ്മിൽ കാണാറുള്ളത്. ഓക്കെ, അതേപോലെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. കാരണം 3 ഓഫ് സ്വാർഡ്സ്
ഇവർക്കോ നിങ്ങൾക്കോ ഫാമിലി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വെച്ചിട്ട് ലിബ്ര തുലാരാശിക്കാരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതേപോലെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഇവർ നിങ്ങളുടെ അടുത്ത് ഇവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം അവർ വിചാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ വളരെ എന്താ പറയുക, സ്വയം പര്യാപ്തയായിട്ടുള്ള അല്ലെങ്കിൽ പര്യാപ്തതയുള്ള ഒരാളാണ്. നിങ്ങൾ വേറെ ആരുടെ അടുത്തും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ്. നിങ്ങൾക്ക് സെൽഫ് ലവ് നല്ലോണം ചെയ്യാനറിയാം. സെൽഫിഷ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ച, സെൽഫ് ലവ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങൾക്ക് സ്വയം സമ്പാദിക്കണം, ഇൻഡിപെൻഡൻ്റായിട്ട് ഇരിക്കണം. അതേപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ പുറപ്പെട്ട് വരുന്ന രീതിയായാലും നിങ്ങൾ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുന്ന രീതികളായാലും എല്ലാം ഇവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർക്കും റെസ്പോൺസിബിലിറ്റീസാണ്. ഇപ്പോൾ അവർക്കും അവരുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കും ഉണ്ടായിരിക്കാം, 2 പേർക്കും തന്നെ ഉണ്ടായിരിക്കാം കേട്ടോ. ആ റെസ്പോൺസിബിലിറ്റീസ് മൂലം അവിടെ ഒരു ഹാർട്ട് ബ്രേക്കാണ്. മനസ്സിൽ സ്നേഹമാണ്, പക്ഷെ പ്രകടിപ്പിച്ചിട്ടില്ല. നിങ്ങളും പ്രകടിപ്പിച്ച് കാണില്ല, അവരും ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞു കാണില്ല. ഞാൻ നോക്കുന്ന അങ്ങനെ അതൊന്നും അല്ല. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ഈ കാര്യം നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്നോ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നോ നിങ്ങൾ തുറന്ന് പറഞ്ഞു കാണാൻ സാധ്യത അവിടെ വരുന്നില്ല. നിങ്ങളുടെ അടുത്ത് റെസ്പെക്റ്റും ഉണ്ട്, നിങ്ങൾക്കും അങ്ങോട്ട് റെസ്പെക്റ്റാണ്. ഓക്കെ, സ്നേഹത്തോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പടി മേലെ റെസ്പെക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്ലീസ് ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. പ്ലീസ് ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ മൂലമാണ് തമ്മിൽ കാണാനിടയായതെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ടെമ്പറൻസ്, അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഹീല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷൻ ഒരു ബാലൻസിൽ എത്തിക്കണം എന്നിവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ബാലൻസിൻ്റെ പ്രശ്നം വരുന്നത് ഇവർക്ക് ഇവരുടെ സ്പൗസിനെ വിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവർക്ക് സാധ്യമല്ല. അപ്പോൾ ഇവർ ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങളുടെ അടുത്തൊരു കോംപ്രമൈസാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ലൈക്ക് അവിടെയും വിടാൻ പറ്റില്ല, ബട്ട് നിങ്ങളെയും വിടാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് വന്നാൽ തന്നെ അവരുടെ ഡിമാൻഡ് അതായിരിക്കും. കാരണം അവർക്ക് ഫാമിലിയെ വിടാൻ പറ്റില്ല. നിങ്ങളായാലും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്കും ഫാമിലിയെ വിടാൻ പറ്റില്ല, പക്ഷേ അതേസമയം നിങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ക്യാരി ഓൺ ചെയ്യാം എന്നുള്ള രീതിയിലുള്ളൊരു ബാലൻസിങ് ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്താ പറയുക, ഏഞ്ചൽ ഗൈഡൻസ് ഒക്കെ നല്ലോണം ഉണ്ട്, ഇമോഷൻസ് നല്ലോണം ഉണ്ട്. അവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം അവരോട് ഇഷ്ടമുണ്ടോ അവർക്കും നിങ്ങളോട് അത്രയും തന്നെ ഇഷ്ടമുണ്ട്. ഇമോഷണൽ ബാലൻസിങ് ഒക്കെ ഉണ്ട് അവിടെ, പക്ഷേ അതൊരു കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കെൽറ്റിക് ക്രോസ് എന്ന് പറയുന്ന രീതി. കുറേ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്കറിയാൻ സാധിച്ചില്ലേ? ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ ആയിട്ട് വ്യൂവേഴ്സ് ആണെങ്കിൽ ദയവായി പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എക്സിസ്റ്റിംഗ് സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി. നല്ല കമൻസൊക്കെ വരുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാത്തിനും ചിലപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തൊന്നും വരില്ല, എല്ലാം ഞാൻ കാണുന്നുണ്ട്. അതൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിയുന്നത് എമർജൻസി ആയിട്ട് പ്രസ്സിങ് ആയിട്ട് എന്തെങ്കിലും കമൻറ്റ് കണ്ടാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ റീഡിങ്സുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. കെൽറ്റിക് ക്രോസ് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഇതേ ടൈപ്പിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ അവരുടെ ഫീലിങ്സോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്തെങ്കിലും ഒന്ന് നമുക്ക് കെൽറ്റിക് ക്രോസ് വെച്ചിട്ട് നോക്കാം, പ്രൊവൈഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കൂ. വീണ്ടും നമുക്ക് കാണാം. ബൈ.